പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഒരാഴ്ചയാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കാലത്ത് പറഞ്ഞിരിക്കുന്ന എന്തെന്തു കാര്യങ്ങൾ അവർക്ക് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണല്ലോ. ഇപ്പോൾ രത്തൻ ഖേൽക്കറെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. ഞാൻ ചോദിക്കട്ടെ, LDFൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറി ആയിട്ടാണ് BJPയുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലക്കാരെ നിശ്ചയിച്ചതെങ്കിൽ ഇവിടെ എത്രമാത്രം ഗൗരവമായിട്ട് ചർച്ചയായിരിക്കും BJP CPM ഡീൽ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ BJPയുടെ വക്കീലിനെയാണ്. ഇവിടെ ആർക്കും തന്നെ BJP കോൺഗ്രസ് ഡീൽ സംബന്ധിച്ച് ചർച്ച ചെയ്യാനില്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പരസ്യമായിട്ട് പറഞ്ഞത് കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. ആ പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവിൽ നിന്ന് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഉത്തരവിടുമ്പോൾ അത് പൂച്ച പെറ്റ് കിടക്കുന്നതല്ല, അല്ലെങ്കിൽ അവിടെ ആ പൂച്ച പ്രസവിക്കുന്നത് പണമാണ് എന്ന് പറയാൻ എന്തേ മാധ്യമങ്ങൾക്കാവുന്നില്ല? എന്തേ മാധ്യമങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല? ഇവിടെ LDFൻ്റെ മുഖ്യമന്ത്രി പത്രപ്രവർത്തകന്മാരോട് ചില പരുഷമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് എത്ര കാലങ്ങളായിട്ട് ചർച്ചയാണ്. ഇവിടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മുഴുവൻ പത്രക്കാരെയും പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ചയും കേൾക്കുന്നില്ലല്ലോ. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് പോലും ബോധ്യമല്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് ചെന്ന് എന്തെല്ലാമോ കാര്യങ്ങളിൽ ഇടപെടുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ BJPയുടെ പ്രമുഖ നേതാവ് കൂടിയായിട്ടുള്ള അമിത്ഷായെയും വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്നു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു ഉത്കണ്ഠയും ഒരു ചർച്ചയും ഈ കേരളത്തിലുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ എന്താണോ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് പൊതുവിലും 5 കൊല്ലമായിട്ട് വിശേഷിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന് മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്താൻ ഇവരെല്ലാം ശ്രമിച്ചു വന്നിരുന്നത്, അതേ കാര്യങ്ങൾ അതിനേക്കാൾ ഏറെ കടുത്ത രൂപത്തിൽ ഒരാഴ്ചക്കാലം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലിപ്പോൾ UDF ഭരിക്കുന്ന ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ നേതാവിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരാളുടെ കഥയെ സംബന്ധിച്ച് ചർച്ചയില്ലാത്ത നിലയുണ്ടാവുന്നത്. ഞാൻ പറയുന്നത് നീതിബോധം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ അന്യായങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ ആ ബാധ്യത നിർവഹിക്കാൻ ഇവിടെ കൈരളി മാത്രമേ സന്നദ്ധമാകുന്നുള്ളൂ എന്നുള്ളത് മാധ്യമങ്ങളെ പക്ഷപാതിത്വം നല്ലതുപോലെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാവുകയും ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നിലക്കുള്ള നടപടികൾ അടിയന്തരമായിട്ടും ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ശരി.